മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ 1 കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഞണ്ടിൻ്റെ കാലുകളൊക്കെ ഒന്ന് പറിച്ച് കളയാം. അത് പറിച്ച് കളയാനായിട്ട് നമുക്ക് കത്തിയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇനി പറഞ്ഞു പോരും. ഇനി നമുക്ക് ഈ മുകളിൽ കാണുന്ന കണ്ടോ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സംഭവം നമുക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ പുറന്തോട് ഫുള്ളായിട്ട് ഇങ്ങ് പറഞ്ഞു പോരും. വളരെ ഈസിയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. എല്ലാ ഞണ്ടും ക്ലീൻ ചെയ്ത ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഞണ്ട് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതും 4-5 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കണം ഞാനിവിടെ. ഇനി ഇവിടെ 1.5 ടീസ്പൂൺ നമ്മൾ മീറ്റ് മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കുടംപുളിയും അതോടൊപ്പം 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ വീണ്ടും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഞണ്ട് മുങ്ങിക്കെടുക്കാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ഞണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഞണ്ടൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കണം നമ്മുടെ ഈ ഗ്രേവിക്കുള്ളിൽ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റേ നമുക്കിതൊന്ന് തിളച്ച് ഞണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തീയുടെ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മുടെ ഞണ്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റുള്ള ഞണ്ട് കറിയാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.